നമസ്കാരം. ക്രിക്ക് വേവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇങ്ങനെ തോൽക്കാനും വേണം ഒരു തൊലികെട്ടി. പറഞ്ഞു വരുന്നത് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് കേട്ടോ. എന്തൊക്കെയായിരുന്നു ബംഗ്ലാദേശിന് ഐക്യദാർഢ്യം, ഇന്ത്യക്കെതിരായ മത്സരം കളിക്കില്ല, അങ്ങനൊരു ഭീഷണി, പിന്നെ മറ്റൊരു വഴിയില്ലാതെ കളിച്ചു, തോറ്റു, നാണം കെട്ടു. അവരുടെ ആരാധകർ തന്നെ ഇപ്പോൾ പറയുന്നുണ്ടാവും ഇതിലും നല്ലത് കളിക്കണ്ടായിരുന്നു എന്ന്. കളി കഴിഞ്ഞ ശേഷം രമേശ് രാജയെ അടുത്തിരുത്തി സഹ കമൻറ്റേറ്റർ മാത്യു ഹെയ്ഡൻ പറഞ്ഞത് ഇതിലും നല്ലത് ഉഗാണ്ട ടീമായിരുന്നു എന്നാണ്. അവരായിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ എന്നാണ്. അത് കേട്ട് രമേശ് രാജ ഒരുപക്ഷെ വിചാരിച്ച് കാണും ഇതോടെ ഭൂമി വിളർന്ന് താഴേക്ക് പോയിരുന്നു എങ്കിലെന്ന്. അടുത്തത് ഷഹീദ് അഫ്രീയുടെ വകയായിരുന്നു തള്ള്. ഇന്ത്യയോ അത് നമുക്ക് ഈസിയായി തോൽപ്പിക്കാൻ പറ്റുന്ന ടീമല്ലേ എന്നായിരുന്നു ആ തള്ള്. അവസാനം കളി കഴിഞ്ഞപ്പോൾ മരുമോനെ വരെ തള്ളിപ്പറയേണ്ട അവസ്ഥ വന്നു അഫ്രീദിക്ക്. ടീമിലെ ഏക ഫാസ്റ്റ് ബൗളറും പ്രീമിയം ബൗളറുമായ ഷഹിൻ ഷാ അഫ്രീദിയും ബാബർ അസമിനെ പോലുള്ള ലോകോത്തര ബാറ്റർമാരെയൊക്കെ പുറത്താക്കണം എന്നവരെ പറയേണ്ടി വന്നു അവരുടെ പഴയ സൂപ്പർ സ്റ്റാറിന്. നേരത്തെ പറഞ്ഞ മരുമോൻ പ്രീമിയം ബൗളർ ആകെ എറിഞ്ഞതാകട്ടെ 2 ഓവർ മാത്രം, വഴങ്ങിയത് 31 റൺസും. 6 സ്പിന്നർമാരെ വച്ച് ഇന്ത്യയെ അങ്ങ് തോൽപ്പിച്ചു കളയാമെന്ന വ്യാമോഹമായിരുന്നു ക്യാപ്റ്റൻ സൽമാൻ ആഗയുടേത്. അതുകൊണ്ടാണല്ലോ ടോസ് കിട്ടിയപ്പോൾ ബൗളിംഗ് എടുത്ത ആ മണ്ടൻ തീരുമാനവും. അഭിഷേക് ശർമ്മയെ ആദ്യം തന്നെ പുറത്താക്കിയപ്പോൾ അവരൊന്ന് അഹങ്കരിച്ചു ചെറുതായിട്ട്. പക്ഷേ അപ്പുറത്തൊരു പോക്കറ്റ് റോക്കറ്റ് ഇഷാൻ കിഷൻ ഉണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. പിന്നീട് നടന്നതൊക്കെ ചരിത്രം. ഒന്ന് പൊരുതുക പോലും ചെയ്യാതെ അവർ ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു. പിന്നീട് കുറേ സ്ഥിരം നാടകങ്ങൾ. തോൽവിക്ക് ശേഷം ബാറ്റ് അടിച്ചു പൊട്ടിക്കുന്നു, അവരുടെ ആരാധകർ TV അടിച്ചു പൊട്ടിക്കുന്നു, ക്യാപ്റ്റൻ സൽമാൻ ആഗ കുപ്പി വലിച്ചെറിയുന്നു. ഇതൊക്കെ എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ മത്സരങ്ങൾ കഴിയുമ്പോൾ ഇതുപോലുള്ള നാടകങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം. അടുത്തത് ഓസ്ട്രേലിയയുടെ കാര്യമാണ്. അവർ 2020 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തായി, അതും സൂപ്പർ 8 പോലും കടക്കാതെ. 2009 ശേഷം ആദ്യമായിട്ടാണ് ഓസ്ട്രേലിയ ഇല്ലാതെ ഒരു വേൾഡ് കപ്പിൻ്റെ 2ാം റൗണ്ട് മത്സരങ്ങൾ തുടങ്ങുന്നത്. സിംബാബ്വെ ശ്രീലങ്ക ടീമുകൾക്കെതിരായ തോൽവിയിലും പിന്നീട് വന്ന ഒരു മഴയിലും അവരുടെ സൂപ്പർ 8 മോഹങ്ങൾ അങ്ങ് ഒഴുകിപ്പോവുകയായിരുന്നു. 6 തവണ ഏകദിന ചാമ്പ്യന്മാർ, 1 തവണ T20 ചാമ്പ്യൻ. നമുക്കറിയാം എതിർ ടീമിനെ പ്രകോപിപ്പിച്ചും സ്ലെഡ്ജ് ചെയ്തും എങ്ങനെയും കളി ജയിക്കാൻ സ്പോർട്സ്മാൻ സ്പിരിറ്റിനപ്പുറം എന്ത് തന്ത്രവും പയറ്റുന്നവർ. ആ പ്രതാപമൊന്നും ഇന്ന് ഓസ്ട്രേലിയക്കില്ല കേട്ടോ. ആർക്കും തോൽപ്പിക്കാമെന്ന ടീമായി ഇന്ന് അവർ മാറി. ഒരുപക്ഷെ ആരും മറന്നിട്ടുണ്ടാവില്ല ഓസ്ട്രേലിയയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ മിച്ചൽ മാഷിൻ്റെ ഒരു ഫോട്ടോ. 2023 വേൾഡ് കപ്പ് ഇന്ത്യയിൽ വച്ച് നടന്ന ഫൈനലിൽ തോൽപ്പിച്ച് നേടിയ കപ്പിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് കയ്യിലൊരു മദ്യക്കുപ്പിയുമായിരിക്കുന്ന മിച്ചൽ മാഷിനെ എല്ലാവരും വളരെ ബഹുമാനത്തോടെ കാണുന്ന ഒന്നാണ് ആ കപ്പ് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് 3 വർഷങ്ങൾക്കിപ്പുറം ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കുന്ന T20 വേൾഡ് കപ്പിൽ അതേ മിച്ചൽ മാഷ് നയിക്കുന്ന ഓസ്ട്രേലിയയെ സൂപ്പർ 8 പോലും കടക്കാതെ പുറത്തായത് കാവ്യനീതി എന്നല്ലാതെ എന്തു പറയാൻ. എന്തായാലും സൂപ്പർ 8 മത്സരങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. 8 ശക്തരായ ടീമുകൾ. അതിൽ ഇന്ത്യയും വിൻഡീസും സൗത്ത് ആഫ്രിക്കയും സിംബാബ്വെയും തോൽവി അറിയാതെ വന്ന ടീമുകൾ. ഈ 4 പേരും ഒരേ ഗ്രൂപ്പിൽ ആണ് എന്നതും മറ്റൊരു വസ്തുത. മറ്റൊരു ഗ്രൂപ്പിൽ ഇംഗ്ലണ്ട്, ശ്രീലങ്ക, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ എന്നീ ടീമുകളാണ്. ടീമുകൾ പരസ്പരം മത്സരിക്കും. 2 ഗ്രൂപ്പിൽ നിന്നും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ടീമുകൾ സ്വാഭാവികമായും മുന്നേറുകയും ചെയ്യും. അഭിഷേകിൻ്റെ ബാറ്റിങ്ങും പവർ പ്ലേയിലെ മെല്ലെപ്പോക്കും ഇന്ത്യക്ക് ആശങ്കയാണ്. സൗത്ത് ആഫ്രിക്കയാണ് സൂപ്പർ 8 ഇന്ത്യയുടെ ആദ്യ എതിരാളി. ഞായറാഴ്ച 7 മണിക്കാണ് മത്സരം. ആ മത്സരത്തിൽ ഇന്ത്യ ജയിച്ച് മുന്നേറും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം. സൂപ്പർ 8 വിശേഷങ്ങളുമായി ക്രിക്ക് വേവ് അടുത്ത ആഴ്ച. നമസ്കാരം.